റോയിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൂന്നാമത്തെ CPM നേതാവും കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. ഇനിയും ബന്ധമില്ല എന്ന് പറഞ്ഞ് CPMന് ന്യായീകരിച്ച് പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത് ശബരിമലയൊന്നും ബാധിച്ചിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. ആകെ തെരഞ്ഞെടുപ്പിൽ തോക്കാനുണ്ടായൊരു കാരണം പ്രവർത്തകരുടെ അമിത ആത്മവിശ്വാസം കൊണ്ട് മാത്രം തോറ്റു. ശബരിമല ഏറ്റിട്ടില്ല, ഭരണവിരുദ്ധ വികാരമില്ല, ഇതൊന്നുമില്ല. അപ്പോൾ ശബരിമല അവർക്കൊരു പ്രശ്നമേ അല്ല എന്നാണ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതല്ലല്ലോ സംഭവിച്ചത്. നാട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്താണ് സംഭവിച്ചു എന്നുള്ളത്. ശബരിമലയിൽ ഇന്ന് അറസ്റ്റിലായ വിജയകുമാർ ആരാണ്? വിജയകുമാർ ദീർഘകാലം സെക്രട്ടേറിയറ്റിലെ CPM സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു ദീർഘകാലം. അതേ കാലഘട്ടത്തിൽ അദ്ദേഹം അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത ഒരാളാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത വിശ്വസൻ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ആ കെയർ ഓഫിലാണ് കടകംപള്ളിയുടെ കാലത്തെ അദ്ദേഹത്തെ ഈ ദേവസ്വം ബോർഡ് അംഗമാക്കിയത്. അപ്പോൾ ഇതാണ് CPMൻ്റെ ബാക്ക്ഗ്രൗണ്ട്. CPMന് ഇവരെ ആരെയും അറിഞ്ഞുകൂടാ, CPMന് ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. കാരണം CPMൻ്റെ ഏറ്റവും അകത്തെ ആൾക്കാരാണ് ഇപ്പോൾ ഈ 3 പേര് ഇപ്പോൾ പിടികൂടി അകത്ത് കിടക്കുന്നത്. ഈ 8ാമത്തെ ആളാണിപ്പം അകത്ത് പോയി കിടക്കുന്നത്. ഇനി അടുത്ത ഒരാളൂടെ വരാൻ കിടക്കുന്നു. അത് ഇവിടുത്തെ ഒരു DIGയുടെ ഫാദർ ആയതുകൊണ്ടായിരിക്കാം ശങ്കർദാസിനെ പിടിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സിറ്റുവേഷൻസ് ഈ സർക്കാരിനെതിരായിട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുക. എന്നാലും ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു സാമാന്യ ജനത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഇതുവരെ പോലും CPMോ മുഖ്യമന്ത്രിയോ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരു അക്ഷരം കൃത്യമായോ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലോ പറഞ്ഞിട്ടില്ല. അതായത് സർക്കാരിന് നിയന്ത്രണമുള്ള ദേവസ്വം ബോർഡ്, അവിടുത്തെ അമൂല്യ വസ്തുക്കൾ മോഷണം പോയി. സർക്കാരിന് ഒരു ബാധ്യതയുമില്ലേ? സർക്കാർ ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ജാഗ്രത കുറവെന്ന് സ്ഥിരം പറയുന്ന CPM പറയുന്ന ഭാഷയായ ജാഗ്രത കുറവുണ്ടായെന്ന് പോലും പറയുന്നില്ല. എങ്കിൽ ഇങ്ങനെ ഒരു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഇത്രയും വലിയ തുകയുടെ മോഷണം പോയിട്ട് സർക്കാരിനൊന്നും പറയാനില്ലേ സാധാരണ ജനങ്ങളോട്? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അല്ലെങ്കിൽ ഇത് ആരുടെ കുഴപ്പമാണ്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഈ സ്ഥാപനത്തിൻ്റെ മേധാവികളായി സർക്കാർ നിയമിച്ച, പാർട്ടി നിയമിച്ച, ഭരണകക്ഷി നിയമിച്ച ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ മോഷണത്തിൻ്റെ പേരിൽ ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയില്ലേ? ഞങ്ങൾ നിയമിച്ച ആൾക്കാർ ഞങ്ങളോട് വിശ്വസ്തത കാണിച്ചില്ല, ഞങ്ങളെ ചതിച്ചു എന്നെങ്കിലും പറയല്ല. ആദ്യം മുതലേ പറയുന്നുണ്ട് വിശ്വസിച്ച സ്ഥാനങ്ങൾ പുറത്ത് പറഞ്ഞില്ല. പാർട്ടി ഫോറത്തിലാണ് പറഞ്ഞു, പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ. സാധാരണ നിങ്ങളുടെ പാർട്ടിയുടെ വേദിക്കകത്ത് പറയുന്ന ആർക്കറിയാം എന്തോ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ അത് നടന്നിട്ടില്ല. സർക്കാർ ഈ കാര്യത്തെക്കുറിച്ച് ഒരു ധവളപത്രം എന്താണ് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ഈ 2019 മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ എന്തുമാണ് സാധാരണ ജനങ്ങൾ വിചാരിക്കേണ്ടത്? എന്താണ് ഒരു കാര്യം. പിന്നെ ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടേ ഇല്ലെന്ന്. പിന്നെ എന്തുവാണ്? ഇവിടുത്തെ സാധാരണക്കാരായ വിശ്വാസികളെല്ലാം പോകുന്ന ഒരു സ്ഥലമാണ്. CPMലെ അംഗങ്ങളിൽ ഒരു 80% പേരും ശബരിമല അയ്യപ്പൻ്റെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഒന്നും ഇത് ബാധിച്ചിട്ടില്ലേ? അവരാരാധിക്കുന്ന ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കളായ സ്വർണ്ണപ്പാളികൾ, ദേവൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയതിനെക്കുറിച്ച് ഇവർക്കാർക്കും ഒരു ഉത്തരവാദിത്വമില്ലേ? സർക്കാർ എന്ത് പറഞ്ഞാണ് കൈ ഒഴിയുന്നത്? ഇതാരാണ് ചെയ്തതെന്നെങ്കിലും പറയണ്ടേ? ഈ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ബോർഡ് മേധാവികളാണ് ചെയ്തത്? ഇതൊന്നും CPMും മിണ്ടുന്നില്ല, സർക്കാരും മിണ്ടുന്നില്ല. അല്ല, അത് പ്രത്യേകിച്ച് പറയുമ്പോഴാണെങ്കിൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഒരു അംഗമാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇവരെല്ലാം ഭരിച്ചിരുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഇപ്പോഴും പറയുന്നത് ഈ കൊള്ളയെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അല്ല, അതൊക്കെ പറഞ്ഞാൽ ഇത് CPMകാർ പോലും വിശ്വസിക്കത്തില്ല. പിന്നല്ലേ? കാരണം പാർട്ടി പറയുന്നത് അക്ഷരം പ്രതി വിഴുങ്ങുന്ന ആൾക്കാർ പോലും ഇത് വിശ്വസിക്കത്തില്ല. കടകംപള്ളി സുരേന്ദ്രൻ്റെ അത് പങ്കില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നത്? കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്കില്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ തൻ്റെ നിലപാട് കൃത്യമായിട്ട് പറയാൻ തയ്യാറായിട്ടില്ല. ഈ SIT ഇതുവരെയും കടകംപള്ളി സുരേന്ദ്രനെ കുറ്റക്കാരനല്ല എന്നോ അദ്ദേഹത്തിന് പങ്കില്ല എന്നോ പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് എന്തുവായിരുന്നു, അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് കോടതിയിൽ പറഞ്ഞ എന്തുവാണ്, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉറക്കം വരാൻ? തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഉറക്കം വരാഴിയുടെ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് പങ്കില്ല എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല. അത് തീർത്ത് പറയാറായിട്ടില്ല. അത് തീർത്ത് പറയേണ്ടത് SIT ആണ്. SIT അതേക്കുറിച്ച് ആ രംഗത്തേക്ക് കടന്നിട്ടില്ല. എന്തുകൊണ്ട് SIT കടക്കാത്തെന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നിൽക്കുന്നു. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ അന്വേഷണം സർക്കാർ ഇടപെട്ട് പലപ്പോഴും ചവിട്ടി നിർത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ അന്വേഷണം മന്ദഗതിയിലായത് കോടതി അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കാനുള്ള സമയമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും ഇതിനെ മുഖ്യപ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ
നിലപാട് പറയേണ്ടത് സർക്കാരോ അല്ലെങ്കിൽ അന്വേഷണ സംഘമോ കോടതിയൊക്കെയാണ്. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, SIT അറസ്റ്റൊക്കെ നടത്തുന്നുണ്ട്, എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം എവിടെ, അല്ലെങ്കിൽ ആ തൊണ്ടി മുതൽ എവിടെ? അതൊരു വലിയ ചോദ്യമാണ്. ഇതിനെപ്പറ്റി ഒരു സൂചന ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല, ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നതും ഏറ്റവും വലിയ സംശയങ്ങൾക്ക് ഇട നൽകുന്നതുമായ ഒരു കാര്യമാണ് ഈ കേസ് അന്വേഷണം. ഇതൊരു മോഷണ കേസാണ്. ബാക്കിയൊക്കെ അതവിടെ നിൽക്കട്ടെ. ശബരിമല അയ്യപ്പൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിഗ്രഹത്തിൽ ചാർത്തുന്ന അല്ലെങ്കിൽ കട്ടളപ്പാടി ഉൾപ്പെടെയുള്ളത് മോഷ്ടിച്ചുകൊണ്ട് പോയി. മോഷണമാണ്. ആ മോഷണം നടന്നതിനകത്ത് തൊണ്ടി മുതൽ കണ്ടെടുത്താൽ ഈ കേസിന് എവിടെയാണ് നിലനിൽപ്പ്? കാരണം ഈ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്ന് ഒരു 450 ഗ്രാം സ്വർണം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അത് ഈ ഇവിടുത്തെ സ്വർണ്ണമാണോ ഇല്ലയോ എന്നുള്ളത് കെമിക്കൽ ടെസ്റ്റ് നടത്താൻ വേണ്ടി ISRO ഏൽപ്പിച്ചിരിക്കുക. അത് കണ്ടെടുത്തത് തൊണ്ടി മുതലാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതേപോലെ തന്നെ കിലോ കണക്കിന്, അതായത് 96-ൽ UB ഗ്രൂപ്പ് ഉടമസ്ഥനായ വിജയ് മല്യയെ കൊടുത്ത 30 കിലോയിലധികം വരുന്ന സ്വർണ്ണത്തിനകത്ത് നല്ലൊരു പങ്കുമാണ് ഇപ്പം ഈ പല ഘട്ടങ്ങളിലായിട്ട് മോഷണം പോയിരിക്കുക. ആ സ്വർണ്ണമാണ് കണ്ടെത്തേണ്ടത്. അത് എവിടെ പോയി? SITക്ക് ഇതുവരെ പോലും ഒരു പവൻ സ്വർണം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അത് കണ്ടെത്തിയില്ലെങ്കിൽ ഈ കേസ് തന്നെ നിലനിൽക്കാത്ത സ്ഥിതിയാകും. എല്ലാവരും ചോദിക്കും, ഇപ്പം 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടും എവിടെ പോയി ഈ സ്വർണ്ണം എന്നുള്ള കാര്യത്തിൽ ഇവരെല്ലാം മിണ്ടാതിരിക്കുക. ഒന്നുകിൽ SIT വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള വേറെ എവിടേക്കോ തടസ്സം ഉണ്ടാകുന്നു. ഇന്ന് ശ്രീജിത്ത് ശ്രദ്ധിച്ചാണുമായിരിക്കുമല്ലോ, ഒരു 3-4 ദിവസത്തേക്ക് മുമ്പാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു 2 ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് SITയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് പറയുന്നു. ഞാൻ അവസരം വന്നാൽ പേര് പറഞ്ഞു. പുള്ളി ഇതുവരെ പേര് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പേര് പറയാനുള്ള ബാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഒരു ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുന്നതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇതാരാണ് ഈ കേസ് അന്വേഷണം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്ന ADGPമാരാരാണെന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. അപ്പം തൊണ്ടി മുതൽ കണ്ടെത്താത്ത സാഹചര്യത്തോട് ഈ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധരുടെ ഇടയിൽ വലിയ വലിയ സംശയങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം, ഇപ്പോൾ നവംബർ 20 മുതൽ പത്മകുമാർ ജയിലിലാണ്. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വാസു അറസ്റ്റിലായത്. അപ്പോൾ ഇവരുടെയൊക്കെ ചോദ്യം ചെയ്തിട്ട് ഈ തൊണ്ടി മുതൽ എങ്ങോട്ട് പോയി എന്നുള്ളത് കണ്ടെത്തുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ഡി മണി എന്ന് പറയുന്ന അയാളുടെ ഇടപാടുകൾ എന്താണെന്നുള്ളത് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഈ അന്വേഷണം SITയെ കൊണ്ട് ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പോലും സംശയങ്ങൾ നിൽക്കുകയാണ്. കാരണം ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ടെന്ന് പറയുന്നു. സുഭാഷ് കപൂറിൻ്റെ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം കോടതിയിൽ തന്നെയാണ് വന്നത്. ആ സംഘങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് ഹൈക്കോടതി ആദ്യത്തെ ഉത്തരവിൽ തന്നെ, അത് ഇടക്കാല റിപ്പോർട്ടിൽ തന്നെ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ CBI വരേണ്ടി വരും. ഇപ്പോൾ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ അപേക്ഷ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ വളരെ സങ്കീർണമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസ് സങ്കീർണമാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. കാരണം CPM-നെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ വരുമ്പോൾ സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ഒരുമിച്ചുള്ള ചിത്രം വെച്ചാണ് ഇത്രയും നാളും പ്രതിരോധിക്കുന്നത്. പോറ്റിയെ കയറ്റിയതെല്ലാം കോൺഗ്രസിൻ്റെ ഭരണകാലത്തെന്നൊക്കെ. ഇനി അത് മതിയാവും. കാരണം ഇപ്പോൾ വീണ്ടും ഒരു CPM നേതാവും കൂടെ അറസ്റ്റിലായിരിക്കുകയാണ്. ശ്രീജിത്തെ, ഇവർ പറയുന്നുണ്ടല്ലോ സോണിയാഗാന്ധിയുടെ അടുത്ത് 2 MP കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് SITക്ക് മുഖ്യമന്ത്രി ഒരു കത്ത് കൊടുക്കാത്തത്? ഇവരെ കൂടെ ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധിയെ കൂടെ ചോദ്യം ചെയ്യണം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അവിടെ കൊണ്ടുപോയതാണ്, ഇവരെ കൂടെ ചോദ്യം ചെയ്യണം എന്നൊരാവശ്യം എന്താണ് മുഖ്യമന്ത്രി ഉന്നയിക്കാത്തത്? മുഖ്യമന്ത്രി ഈ കഥ പറയുന്നതല്ലാതെ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നത്. ഇപ്പം രമേശ് ചെന്നിത്തല നമ്മൾ കണ്ടതല്ലേ, രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ ഒരു വിവരം വന്ന് SITക്ക് രേഖാമൂലം എഴുതി കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ വിളിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഡി മണി എന്ന് പറയുന്ന ഒരുത്തനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പക്കൽ വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാൻ തയ്യാറാവുന്നത്? ഭരിക്കുന്ന പാർട്ടി ആരാണ്? CPM ആണ്. അതിന് ആഭ്യന്തരമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുക്കാൻ ഇത്ര മടിക്കുന്നത്? അപ്പോൾ അത് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് അവർ പാടിയിട്ട് കാര്യമില്ല. അവർക്ക് ഈ കാര്യത്തിനകത്ത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. നിയമപ്രകാരം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് സോണിയാഗാന്ധിക്കെതിരെ കൂടെ ഒരു അന്വേഷണം വേണം. കൊണ്ടുപോയ 2 MP-മാരായ ആൻ്റോ ആൻ്റണിക്കും അടൂർ പ്രകാശിനെ കൂടെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് SITക്ക് ഒരു കത്ത് കൊടുക്കണം. കത്ത് കൊടുത്താൽ അപ്പം നടക്കുമല്ലോ. അപ്പോൾ അതുണ്ടാകുന്നില്ല. ചുമ്മാ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, അല്ലെങ്കിൽ അതിനകത്ത് വസ്തുത കണ്ടെത്തണമെന്ന് അവർക്ക് താല്പര്യമില്ല. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ CPM-ൻ്റെ ഇപ്പം 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരകത്തായിട്ട് പോലും അവരെ തള്ളിപ്പറയാൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് CPM ഈ 3 പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരെ അകത്തായിട്ടും ഇന്നുപോലും അവരുടെ പ്രവൃത്തിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, അവർ നടത്തിയ തട്ടിപ്പിന് ഞങ്ങൾ പാർട്ടിക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ പോലും?
അപ്പോൾ അതിനർത്ഥം എന്തുകൊണ്ട് CPM ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നടന്നതെന്ന് സാധാരണക്കാർ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്താനായിരുന്നു CPM ശ്രമിച്ചത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പൊളിഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും ഈ കർണാടകയിലെ ബുൾഡോസർ രാജൊക്കെ പറഞ്ഞ് വീണ്ടും ന്യൂനപക്ഷത്തോട് അടുക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരാണ്. ഇത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഗാസയിലെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. അത് ഗാസയിലെ കാര്യവും പൗരത്വ പ്രശ്നമൊക്കെ പറഞ്ഞു. അത് ജനങ്ങൾ വിശ്വസിക്കാതെ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഇപ്പുറത്തോട്ട് ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് അയ്യപ്പ സംഗമമൊക്കെ നടത്തി ശ്രമിച്ച്. അപ്പോൾ അതും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അപ്പോൾ പിന്നെ എന്താ വീണ്ടും പഴയ പല്ലവി ആവർത്തിക്കുകയാണ്. ഇന്നത്തെ ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത തന്നെ എന്താണ്? ആ മട്ടിലുള്ള വാർത്തകളാണ്. അപ്പം ഇതൊന്നും നിങ്ങൾ ന്യൂനപക്ഷങ്ങളോട് നീതി കാണിക്കേണ്ട സമയത്ത് നീതി കാണിച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പം ന്യൂനപക്ഷ വേട്ടയുടെ കാര്യം പറഞ്ഞു. കാരണം മുസ്ലിം ലീഗ് പോലും ന്യൂനപക്ഷ വേട്ടയാണെന്ന് അവർ പറയുന്നില്ല. എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെയും വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് അവിടുത്തെ സർക്കാരുമുണ്ട്. CPM കർണാടക CPM തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കേരളത്തിലെ CPM മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ടതെന്നുള്ള അവരുടെ പ്രസ്താവന ഓൾറെഡി വന്നു. അപ്പം ഇത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതൊന്നുമല്ല. തൽക്കാലം ഇതെങ്കിലും കച്ചവടം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിലുള്ള ന്യൂനപക്ഷ പ്രേമം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ CPM-ൽ നിന്ന് വിട്ടുപോയി എന്നുള്ളത് ആ ചോദ്യത്തിന് പോലും CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് അതിനെക്കുറിച്ചൊന്നും ചർച്ച നടത്തിയിട്ടില്ലല്ലോ. വീടാന്തരം കയറുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ അകന്നുപോയി? എന്തുകൊണ്ട് ഈ ഇങ്ങനൊരു വലിയ തോൽവി പാർട്ടിക്ക് സംഭവിച്ചു? PMCയുടെ കാര്യത്തിനകത്തും ലേബർ കോഡിൻ്റെ കാര്യത്തിനകത്തും മറ്റു പല കാര്യങ്ങളിലും CPM BJP-യുമായിട്ട് ഒത്തുകളിക്കുന്നു എന്നുള്ള ഇവിടുത്തെ സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങൾ കണ്ടത് മനസ്സിലാക്കിയതല്ലേ. അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും CPM-ൽ നിന്ന് ഒലിച്ചു പോയി അപ്പുറത്തേക്ക് പോയി കയറിയത്. അപ്പോൾ ആ യാഥാർത്ഥ്യം നിൽക്കുകയാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ ക്രിസ്ത്യൻ മേഖലകളിൽ വലിയ തോതിലാണ് വോട്ട് ചോർച്ച CPM-ന് ഉണ്ടായിരിക്കുക. CPM-ൻ്റെ കൂടെ എല്ലാ കാലവും, അതായത് പ്രത്യേകിച്ച് 2000 മുതൽ CPM-നൊപ്പം നിൽക്കുന്ന ഏറ്റവും വലിയൊരു ക്രിസ്ത്യൻ സമുദായമാണ് പെന്തക്കോസ്ത് വിഭാഗം. അവർ പൂർണ്ണമായി ഇത്തവണ UDF-നൊപ്പമാണ് നിന്ന്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള വിലയിരുത്തൽ CPM നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം.